യെസ്, വെൽക്കം ടു അനദർ ലെക്ചർ. നമ്മള് SSC CGL 2026 വേണ്ടിയിട്ടുള്ള പൈലറ്റ് ബാച്ചിന്റെ യൂട്യൂബ് സീരീസ് ആണ്. സീരീസിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്ത ആൾക്കാരാണ്, ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഒരു ലിങ്ക് കിടക്കുന്നുണ്ട്. ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ലിങ്ക് ആണ്, നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. കൂടുതൽ അപ്ഡേറ്റുകളൊക്കെ ആ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. മറ്റു ഡീറ്റെയിൽസ് ഒക്കെ അതിൽ ഷെയർ ചെയ്ത് തരും. മാത്സ് മാത്രമല്ല, എല്ലാ സബ്ജക്റ്റുകൾക്കും ഉള്ള ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടെ മാത്സും കൂടെ ഉണ്ട്. മാത്സിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ്. ആദ്യത്തെ ക്ലാസ് കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടിട്ട് വരിക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കാൽക്കുലേഷൻസ് ഒന്ന് സ്ട്രോങ് ആക്കാൻ പോവുകയാണ്. യെസ്, അപ്പൊ നമ്മൾ വളരെ സില്ലി ആയി ഒഴിവാക്കി വിടുന്ന ഒരാളാണ് ക്യൂബ്. നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുന്നല്ലാതെ അതിൽ കാര്യമായൊരു എഫേർട്ട് എടുക്കാറില്ല. അന്ന് അത്തരത്തിലൊരു എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പല ചോദ്യങ്ങളും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു സെഷൻ തീർച്ചയായിട്ടും മുഴുവനും ക്യൂബിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ ട്രൈ ചെയ്യുക. ഒരിക്കലും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിക്കരുത്. എഫേർട്ട് എടുക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ ആദ്യം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാത്തൊരു കൺസെപ്റ്റ് ആയിരിക്കും. പക്ഷെ ഒന്നുകൂടെ ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ, വീണ്ടും പറയുന്നത് കേൾക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. എല്ലാവരും കൊണ്ടും ചെയ്യാൻ പറ്റും. ഞാൻ 100% ഉറപ്പ് തരാം. നിങ്ങൾ എല്ലാവരെ കൊണ്ടും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ അവിടെ നിങ്ങൾക്ക് വേണ്ടത് ഒരു പെർസിസ്റ്റൻസ് ആണ്. സ്ഥിരമായി ചെയ്യാനുള്ള ഒരു കൺസിസ്റ്റൻസി കാണിക്കണം. പിടിച്ചു നിൽക്കാനുള്ള ഒരു മനക്കെട്ടി നമുക്ക് വേണം. നമ്മൾ തളർന്നു പോരുത്. ഒരു തവണ ചെയ്തിട്ട് ഇന്ന് ഇട്ടു പോയേക്കാം, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് തീരുമാനിക്കരുത്. സ്ഥിരമായി ചെയ്യുന്ന ഒരു ശീലം ഉണ്ടാക്കി കൊണ്ടുവരേണ്ടതാണ്. അതിനെപ്പറ്റിയൊക്കെ ഞാൻ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. നമുക്ക് നമ്മുടെ സെഷനിലേക്ക് കടക്കാം. ക്യൂബാണ്. ഈ ക്യൂബ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഒരു ചോദ്യം അവസാനം ചെയ്യും. അതാണ് ഈ കാണുന്നത് കേട്ടോ. ഫൈൻഡ് ദ ക്യൂബ് റൂട്ട് ഓഫ് ABCD 04. അങ്ങനെ ഒരു നമ്പർ ഉണ്ടോ? ABCD 04 എന്ന് പറഞ്ഞ ഒരു നമ്പർ ഉണ്ട്. ഒരു 6 ഡിജിറ്റ് നമ്പറാണ്. അത് ആരുടെ ക്യൂബാണ്, അല്ലെങ്കിൽ അതിന്റെ ക്യൂബ് റൂട്ട് ആരാണെന്ന ചോദ്യം. ഓക്കെ, അപ്പൊ ഈ ഓപ്ഷനിലുള്ള ഏതോ ഒരെണ്ണമാണ് അതിന്റെ ക്യൂബ് റൂട്ട്. അത് ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. ആക്ച്വലി അതാണ് നമ്മൾ അവസാനം, അവിടെയാണ് നമ്മൾ എൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ക്യൂബിന്റെ അവസാനത്തെ 2 ഡിജിറ്റ് മാത്രം കിട്ടിക്കഴിഞ്ഞാൽ, അതുപോലെ തന്നെ അതിന്റെ നമ്പർ ഓഫ് ഡിജിറ്റ്സ് മാത്രം കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ആ നമ്പറിന്റെ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റും? ഇതൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നത് ക്യാറ്റിനോ എവിടെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കത് ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, അതിനു മുമ്പേ ഏറ്റവും ഫണ്ടമെന്റലി നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം? ക്യൂബ്സ് പഠിച്ചിട്ടുണ്ടാവണം. ഞാൻ 1 to 30 ആണ് പറഞ്ഞത്. അപ്പൊ അതിൽ ആദ്യത്തെ സ്റ്റേജിൽ ഒരു 1 to 20 എങ്കിലും നമ്മൾ നല്ലപോലെ പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, അതിൽ നിങ്ങൾ 20 താഴേക്ക് പഠിച്ചോളാം, 1 മുകളിലേക്ക് പഠിച്ചോളാം എന്നുള്ള രീതിയിൽ എങ്ങനെയൊക്കെ പഠിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പം നമ്മൾ 20 താഴേക്ക് പോവാണെങ്കിൽ 20ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 8000 ആണ്. അതുപോലെ 19ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 6859 ആണ്. പിന്നെ 18ന്റെ ക്യൂബ് 5832 ആണ്. ഇങ്ങനെ എവിടുന്ന് മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന രീതിയിൽ പഠിക്കുക. പിന്നെ അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് ഓർഡറിലും പഠിച്ചേക്കുക. 1ന്റെ ക്യൂബ് 1 ആണ്. ചെറുതാണെന്ന് വിചാരിച്ച് ഒഴിവാക്കരുത്. നിങ്ങൾ മറന്നു പോകാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രോപ്പർ ആയി തന്നെ പഠിച്ചു വെച്ചോണം. 1ന്റെ ക്യൂബ് 1 ആണ്. ഓക്കെ, അതുപോലെ യെസ് 1 ക്യൂബ് 1 2 ക്യൂബ് 8 ഇങ്ങനെ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് 1 to 20 എല്ലാ ക്യൂബുകളും പഠിച്ചിട്ടുണ്ടാവും. അത് പഠിച്ചിട്ടേ നമ്മൾ ക്യൂബ്സിനെ പറ്റി സംസാരിക്കാൻ പാടുള്ളൂ. അത് വളരെ മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ്. ഒരെണ്ണം അവിടെ എന്ത് ചെയ്യരുത്, മിസ് ചെയ്ത് കളയാൻ വേണ്ടി പാടില്ല. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, മറന്നു പോരുത്. 17ന്റെ ക്യൂബ് 4913 ആണ്. 16ന്റെ ക്യൂബ് 4096 ആണ്. 15ന്റെ ക്യൂബ് 3375 ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ എന്ത് ചെയ്യണം, പഠിച്ചു വെച്ചിട്ടുണ്ടാവണം. എങ്ങനെ ചോദിച്ചാലും പറഞ്ഞു തരാൻ പറ്റുന്ന രീതിയിൽ. നിങ്ങളിപ്പോ ഒരു നമ്പർ കാണുന്നു 1728 കാണുമ്പോ ഇത് 12ന്റെ ക്യൂബ് ആണല്ലോ എന്ന് ചിന്തിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുപാട് പ്രോബ്ലത്തിൽ, പ്രത്യേകിച്ച് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലേക്കൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് അവിടെ ഇത് ഹെൽപ്ഫുൾ ആണ്. ഇതില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഒരുപാട് സമയം എടുക്കും ഇല്ലെങ്കിൽ. അതുകൊണ്ട് പ്രോപ്പറായി ശ്രദ്ധിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക, പഠിച്ചു വെക്കുക. എന്ത് 1 to 20 ക്യൂബ് പഠിച്ചു വെച്ചിരിക്കുക. റൈറ്റ്, അതാണ് ആദ്യത്തെ നിങ്ങൾ ചെയ്യുന്ന ടാസ്ക്. അത് എല്ലാ ദിവസത്തെയും ടാസ്കായി എടുത്തോളാം. എല്ലാ ദിവസവും എന്ത് ചെയ്യാം, 1 to 20 ക്യൂബ് ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കുക. ഓക്കെ, അപ്പൊ അതൊന്ന് പഠിച്ചു വന്നോളൂ. ഇനി 1 to 20 ക്യൂബ് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ക്യൂബുകൾക്ക് നമ്മൾ എന്ത് ചെയ്യും? ബാക്കിയുള്ള ക്യൂബ്, ഇപ്പൊ നിങ്ങൾ ഉദാഹരണത്തിന് നിങ്ങളോടൊരു ക്വസ്റ്റ്യനിൽ ചോദിക്കുകയാണ് 21ന്റെ ക്യൂബ് എത്രയാ? 20 വരെ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഇപ്പൊ 21ന്റെ ക്യൂബ് എങ്ങനെ കണ്ടുപിടിക്കും? അപ്പൊ നമുക്ക് ആകെയുള്ള വഴി എന്താ? 21 into 21 into 21 ചെയ്യാം. അത് എത്രത്തോളം സമയം എടുക്കും നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതിനെ
ഒന്ന് ടാക്കിൾ ചെയ്യുന്ന രീതിയിൽ അവിടെ 30 സെക്കൻഡ് എടുക്കുമെങ്കിൽ ഒരു 10 സെക്കൻഡെങ്കിലും സേവ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ നമ്മൾ പുതിയ മെത്തേഡ്സ് പഠിച്ചു നോക്കണം. ആ മെത്തേഡുകളെ പറ്റിയാണ് ഞാൻ ആദ്യം പറയുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ക്യൂബുകൾ എങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളത് നോക്കാം. ഞാൻ കുറച്ച് മോഡലായിട്ട് ക്ലാസിഫൈ ചെയ്ത് വെക്കാം. ഒന്നാമത്തെ എന്ന് പറയുന്നത് X1 ക്യൂബ് എന്ന് പറയുന്ന പാറ്റേൺ ആണ്. അതായത് എന്താ പറഞ്ഞുതരാം, ഇപ്പൊ പറഞ്ഞ പോലെ 21 ക്യൂബ്, 31 ക്യൂബ്, 1ൽ എൻഡ് ചെയ്യുന്ന 2 ഡിജിറ്റ് നമ്പേഴ്സിന്റെ ക്യൂബ് എങ്ങനെ പറയാന്നുള്ളത് നോക്കാം. ശ്രദ്ധിക്കണേ. ഇപ്പൊ ഉദാഹരണത്തിന് 21ന്റെ ക്യൂബ് ഞാൻ ആദ്യം നിങ്ങൾക്ക് സ്റ്റെപ്സ് പറഞ്ഞുതരാം. പിന്നെ എന്തുകൊണ്ടാണ് ആ സ്റ്റെപ്പ് വന്നതെന്നുള്ളത് അവസാനമായിട്ട് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് കണക്ട് ആയിക്കോളൂ. ശ്രദ്ധിച്ചോ, 21ന്റെ ക്യൂബ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ലെഫ്റ്റിൽ ആരാ 2 അല്ലേ ഉള്ളത്, അവിടെ നിന്ന് തുടങ്ങിയിട്ട് അതിന്റെ ക്യൂബിൽ നിന്ന് തുടങ്ങിയിട്ട് 1ന്റെ ക്യൂബിലേക്ക് എത്തുക വേണ്ടത്. ശ്രദ്ധിച്ചോണേ, 2ന്റെ ക്യൂബ് ആദ്യം എഴുതുക, പിന്നെ 2ന്റെ സ്ക്വയർ എഴുതുക, പിന്നെ വെറും 2 എഴുതുക, ലാസ്റ്റ് 1 എഴുതുക. ഓക്കെ, സ്റ്റെപ്പ് പ്രോപ്പറായി മനസ്സിലാക്കുക. 2 ക്യൂബ് 2 സ്ക്വയർ 2 1, 2 ക്യൂബ് 2 സ്ക്വയർ 2 1. എന്തുകൊണ്ടാണ് ഞാൻ പറയാം. ഓക്കെ, അത് ചെയ്തതിന് ശേഷം ഈ നടുക്കുള്ള രണ്ട് വാല്യൂസ് ഇല്ലേ, മിഡിൽ വാല്യൂസ് രണ്ടെണ്ണം ഇല്ലേ, 2 സ്ക്വയറും 2ഉം, അതിന്റെ ഇരട്ടി എടുക്കുക. 2 സ്ക്വയറിന്റെ ഇരട്ടി, അതുപോലെ തന്നെ 2ന്റെ ഇരട്ടി. എന്നിട്ട് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 21ന്റെ ക്യൂബ് ആയിരിക്കും. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് 21 തന്നെ കാണിച്ചു തരാം. ശ്രദ്ധിച്ചോളാം. ഇതാ 21ന്റെ 2ന്റെ ക്യൂബ് എത്രയാ 8, അതുപോലെ തന്നെ 2ന്റെ സ്ക്വയർ എത്രയാ 4, പിന്നെ ഒരു 2 എഴുതി, ലാസ്റ്റ് ഒരു 1 എഴുതി. ഇനി നടുക്കുള്ളതിന്റെ ഇരട്ടി 2ന്റെ ഇരട്ടി 4, 4ന്റെ ഇരട്ടി 8. ഇനി സിംപ്ലി നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കോളത്തിൽ നിന്നും ഒരു ഡിജിറ്റ് മാത്രമേ എഴുതാൻ പാടുള്ളൂ എന്നുള്ളതാണ് കേട്ടോ. ഇപ്പൊ ഈ കോളത്തിൽ നിന്നും 1 എഴുതി, ഇവിടെ 2ഉം 4ഉം 6 എഴുതി, ഇവിടെ 8ഉം 4ഉം 12 ഉണ്ടെങ്കിലും നിങ്ങൾ 2 എഴുതാൻ പാടുള്ളൂ. റിമൈൻഡർ ഒന്നുണ്ടാവും, അത് ഇവിടേക്ക് കൊടുത്തേക്കണം. ഇപ്പൊ 8 1 നമുക്ക് എത്ര കിട്ടി, 9 കിട്ടി. 9261 ആണ് അവിടെ ക്യൂബ് വരിക. വളരെ സിമ്പിൾ ആയി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി അല്ലെ. ശരി, അങ്ങനെയാണെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങൾ 31ന്റെ ക്യൂബ് ഒന്ന് പ്ലാൻ ചെയ്ത് നോക്കിയേ. 31 ക്യൂബ് എങ്ങനെ വരിക, 3ന്റെ ക്യൂബ് 27, 3ന്റെ ക്യൂബ് 27, പിന്നെയോ 3ന്റെ സ്ക്വയർ 9, പിന്നെ വെറും 3 എഴുതുക, പിന്നെ 1 എഴുതുക. എന്നിട്ട് ഇതിന്റെ ഇരട്ടി താഴേക്ക് എഴുതുക. 3ന്റെ ഇരട്ടി 6, 9ന്റെ ഇരട്ടി 18. ജസ്റ്റ് ആഡ് ചെയ്താൽ മതി, നമുക്ക് ആൻസർ ആയി. 1 അങ്ങനെ തന്നെ എഴുതി. 6 3 9 ആണ്, ഒരു ഡിജിറ്റേ ഉള്ളൂ, അതുകൊണ്ട് അത് അങ്ങനെ തന്നെ എഴുതി. 9ഉം 8ഉം നിങ്ങൾ ഇവിടെ 9ഉം 18 27 എഴുതിയിട്ട് 2 ശിഷ്ടം കൊടുക്കാം. ഇല്ലെങ്കിൽ 9ഉം 8ഉം 17 ആണ്, 7 എഴുതി. അവിടെ 1 റിമൈൻഡർ ഉണ്ട്. ആ 1ഉം ഈ 1ഉം കൂടെ കൂട്ടി 2 റിമൈൻഡർ ഉണ്ട്, 2 ഇവിടെ എഴുതി. 27 2ഉം 29, 2971 എന്ന് കിട്ടും. ഓർത്ത് വെച്ചോ. അത് കാണാതെ പഠിക്കണം എന്നല്ല, നിങ്ങൾ ആ മെത്തേഡ്, ആ സ്റ്റെപ്പ് എന്ത് ചെയ്യണം, പ്രോപ്പറായി ഓർത്ത് വെക്കണം. അപ്പൊ ആ സ്റ്റെപ്പ് വെച്ചിട്ട് നിങ്ങൾ എനിക്ക് 41ന്റെ ക്യൂബ് ഒന്ന് പറഞ്ഞു തരണം. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, 51ന്റെ ക്യൂബ് പറഞ്ഞു തരണം. അതുപോലെ തന്നെ 61ന്റെ ക്യൂബ് പറഞ്ഞു തരണം. ഓക്കെ, അപ്പൊ നമ്മൾ ശരിക്കും സിമ്പിൾ അല്ലേ, കാണുമ്പോൾ എളുപ്പമല്ലേ, പക്ഷെ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന്റെ ഓരോ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവും. ഉദാഹരണത്തിന് ഞാനിപ്പോ 71ന്റെ ക്യൂബ് എന്ന് പറഞ്ഞുതരാം. ശ്രദ്ധിച്ചോണേ, 71 ക്യൂബ്, 7ന്റെ ക്യൂബ് 343. 7ന്റെ ക്യൂബ് അറിയില്ലെങ്കിൽ നമ്മൾ ഈ ഔട്ട് ഓഫ് ദ ലീഗ് ആണ്, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അടുത്ത എന്താ, 7ന്റെ സ്ക്വയർ 49 ആണ്. അടുത്തത് വെറും 7 ആണ്, പിന്നെ അടുത്ത 1 ആണ്. 7ന്റെ ഇരട്ടി 14 ആണ്, 49ന്റെ ഇരട്ടി 98 ആണ്, 98 ആണ്. അത്രയും ആഡ് ചെയ്യാ. 1 അങ്ങനെ തന്നെ വരും. 7ഉം 4ഉം 11 ആണ്. 11ന് 1, പിന്നെ ഇവിടെ 1 ശിഷ്ടമുണ്ട്, പിന്നെ 11ന്റെ 1 ഉണ്ട്, അത് 2 ഉണ്ടാവും. ആ 2 ഇങ്ങോട്ട് എഴുതി. 2ഉം 9ഉം 8ഉം 17 19 വരും, 9 എഴുതി. 1 റിമൈൻഡർ ഉണ്ട്, ആ 1ഉം 4ഉം 9 കൂടെ റിമൈൻഡർ, അപ്പൊ 14 റിമൈൻഡർ വരും, 14. ആ 14 ഇങ്ങോട്ട് എഴുതിയാല് നമുക്ക് 357 കിട്ടും. 357,911 അതാണ് ഇവിടുത്തെ ആൻസർ വരിക. കണ്ടോ, അപ്പൊ ഓരോ കോളത്തിൽ നിന്ന് ഓരോരുത്തരെ എടുക്കാനും റിമൈൻഡേഴ്സ് ഇപ്പുറത്തേക്ക് കൊടുത്തു പോകാനുള്ളത് പഠിക്കണം. അവിടെ മിസ്റ്റേക്ക് വരുന്നത് കണ്ടു മനസ്സിലാക്കിയാൽ നിങ്ങൾ വിചാരിക്കും ഓക്കെ എനിക്ക് കറക്റ്റ് ആണ്. പക്ഷെ ചെയ്യുമ്പോഴാണ് നമ്മൾ ആ റിമൈൻഡേഴ്സ് എടുക്കുന്ന സമയത്തും റിമൈൻഡേഴ്സ് അപ്പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്തും കൺഫ്യൂസ്ഡ് ആവുക. അതുകൊണ്ട് എല്ലാ ദിവസവും എന്ത് ചെയ്യുക, കുറച്ച് നാളത്തേക്ക്, ഒരു 2 ആഴ്ചത്തേക്കെങ്കിലും എല്ലാ ദിവസവും നമ്മൾ 21 ക്യൂബ് 31 ക്യൂബ് 41 ക്യൂബ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അതാണ് X1 ക്യൂബ് എന്ന് പറയുന്ന ഐഡിയ. ഇനി തിരിച്ച് 1x ക്യൂബ്, 1ൽ തുടങ്ങുന്ന നമ്പറിന്റെ ക്യൂബ് കണ്ടുപിടിക്കാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. അത് നേരെ തിരിച്ചാ വരേണ്ടത്. ഓക്കെ, 1x ക്യൂബ് ആണെങ്കിൽ നിങ്ങൾ ആദ്യം 1 എഴുതണം, പിന്നെ x എഴുതണം, പിന്നെ x സ്ക്വയർ എഴുതണം, അവസാനമേ x ക്യൂബിലേക്ക് പോവുള്ളൂ. അതായത് 1ൽ നിന്നും x ക്യൂബിലേക്ക്. എന്നിട്ട്
1ൽ നിന്ന് x ക്യൂബിലേക്ക് പോവാ. ഇവിടെ നടുക്കത്തെ രണ്ട് നമ്പറിന്റെ ഇരട്ടി നമ്മൾ നോർമലി എടുക്കുന്ന പോലെ തന്നെ ഇവിടെ 2x എടുക്കുക, ഇവിടെ x സ്ക്വയറിന്റെ ഇരട്ടി 2x സ്ക്വയർ എടുക്കുക, എന്നിട്ട് ആഡ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. എക്സാമ്പിൾ സിമ്പിൾ ആണ്. നേരത്തെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇത് വളരെ എളുപ്പമാണ്. ഞാനൊരു 14ന്റെ സ്ക്വയർ ക്യൂബ് കണ്ടുപിടിക്കാൻ പോവുകയാണെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? 1 എഴുതി, 4 എഴുതി, 4 സ്ക്വയർ എഴുതി. 4 സ്ക്വയർ നമുക്ക് 16 ആണ്, 4 ക്യൂബ് എഴുതി 64 ആണ്. എന്നിട്ട് നടുക്കുള്ള നമ്പേഴ്സിന്റെ ഡബിൾ എടുത്ത് എഴുതി. 16ന്റേത് 32 വരും, 4ന്റേത് 8 വരും. ആഡ് ചെയ്യാം. ഇവിടെ നിന്ന് ഈ കോളത്തിൽ നിന്ന് ഒരു ഡിജിറ്റ് എടുക്കാവുള്ളൂ, 4. ഇവിടെ 6 വരും. 6 6 12 2 14. 4 എഴുതി, 1 റിമൈൻഡർ ഉണ്ട്. ആ 1ഉം ഇവിടെ എത്ര റിമൈൻഡേഴ്സ് ഉണ്ട്? 1 1 2 3 5. ആ 5 ഇങ്ങോട്ട് എഴുതി. 5 4 9 8 17 7. 1 ശിഷ്ടമുണ്ട്. ആ 1 ഇങ്ങോട്ട് എടുത്തു. 1 1 2 2744. 14ഒക്കെ നിങ്ങൾ കാണാതെ പഠിച്ചോണം, എന്നാലും ചെയ്യേണ്ടത് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഒരു 19ന്റെ ക്യൂബ് വേണം. 19ന്റെ ക്യൂബ് എങ്ങനെ കണ്ടുപിടിക്കുക ഒന്ന് പറഞ്ഞു നോക്കിയേ. 1 വേണം, പിന്നെ 9 വേണം, പിന്നെ 9ന്റെ സ്ക്വയർ വേണം, പിന്നെ 9ന്റെ ക്യൂബ് വേണം. കണ്ടോ, നമ്മള് 91ന്റെ ക്യൂബ് എടുക്കുമ്പോൾ 9 ക്യൂബ് ടു 1 ആണ് പോകേണ്ടത്. എന്നാൽ 19ന്റെ ക്യൂബ് എടുക്കുമ്പോൾ 1 to 9 ക്യൂബ് ആണ് പോകേണ്ടത്. ഇങ്ങനെ കൂടി 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 വരും. ശരി, അതിന്റെ ഇരട്ടി എടുക്കുക. 9ന്റെ ഇരട്ടി 18, പിന്നെ അതുപോലെ തന്നെ 81ന്റെ ഇരട്ടി 162. ആഡ് ചെയ്യുക. ഇവിടെ 729ന്റെ 9 മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. 72 അവിടെ ശിഷ്ടമായിരിക്കും. കണ്ടോ, അപ്പൊ 2 1 3 2 5 5. ബാക്കി എല്ലാം ശിഷ്ടമാണ്. 7 8 15 16 31 റിമൈൻഡർ ഉണ്ട്. 31 ഇങ്ങോട്ട് വരും. 1 9 10 8 18 8. 1 റിമൈൻഡർ. ആ 1ഉം 3ഉം 1 4 റിമൈൻഡർ ഉണ്ടാവും. 4 1 3 1 5 റിമൈൻഡർ ഉണ്ടാവും. 5 1 നമുക്ക് 6 കിട്ടും. 68 59. ഇങ്ങനെയാണ് നമ്മൾ 1x ക്യൂബ് എന്ന് പറയുന്ന നമ്പർ കണ്ടുപിടിക്കുന്നത്. 1xന്റെ ക്യൂബ് കണ്ടുപിടിക്കാനുള്ള വഴി ഇതാണ്. ഓക്കെ, അപ്പൊ ആ വഴി വെച്ചിട്ട് നിങ്ങൾ എനിക്ക് 18ന്റെ ക്യൂബും 17ന്റെ ക്യൂബും എത്രയാണെന്നുള്ളത് കമന്റിൽ ഒന്ന് പറഞ്ഞു തരണം. ശരി, അടുത്തത് നമ്മൾ 1x ക്യൂബ് പറഞ്ഞു, അതുപോലെ തന്നെ x1 ക്യൂബ് പറഞ്ഞു. ഇനി രണ്ട് നമ്പറും സെയിം ആണെങ്കിൽ x ക്യൂബ് വന്നാലോ? ശ്രദ്ധിച്ചോണേ. അതായത് ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ 11ന്റെ ക്യൂബ്, 22ന്റെ ക്യൂബ്, 33ന്റെ ക്യൂബ്, ഇത്തരത്തിലുള്ള ക്യൂബുകൾ വന്നാൽ എന്ത് ചെയ്യണം? ഞാനൊരു 44ന്റെ ക്യൂബ് വെച്ച് കാണിച്ചു തരാം. 44 ക്യൂബ് വെച്ച് കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടത് 4ന്റെ ക്യൂബ് കണ്ടിന്യൂസ് അങ്ങ് എഴുതുക. 4 ക്യൂബ് ടു 4 ക്യൂബ് അങ്ങ് എഴുതുക. അതായത് നേരത്തെ എന്താ ചെയ്തത്? 1x ക്യൂബ് ആയപ്പോ 1 മുതൽ x ക്യൂബ് വരെ എഴുതി. ഇപ്പൊ 17ന്റെ ക്യൂബ് ആണെങ്കിൽ 1 ക്യൂബ് മുതൽ 1 മുതൽ 17ന്റെ ക്യൂബ് വരെ എഴുതി. തിരിച്ച് 71ന്റെ ക്യൂബ് ആണെങ്കിൽ 7 ക്യൂബ് മുതൽ 1 വരെ എഴുതി. ഇവിടെ എന്താ ചെയ്യേണ്ടത്? നമ്മളെല്ലാം ഇവിടെ x മാത്രമേ ഉള്ളൂ, 1 ഇല്ല. അതുകൊണ്ട് അതിന്റെ ക്യൂബ്സ് അങ്ങ് എഴുതി പോവാ. 4 ക്യൂബ് 4 ക്യൂബ് 4 ക്യൂബ് 4 ക്യൂബ്. എന്നിട്ട് നടുക്കുള്ള വാല്യൂസിന്റെ ഇരട്ടി എഴുതുക. 2 into 4 ക്യൂബ് 2 into 4 ക്യൂബ്. എന്നിട്ട് ആഡ് ചെയ്ത് ആൻസർ ചെയ്യും. സെയിം സ്റ്റെപ്സ് ഒക്കെ സെയിം തന്നെ, പക്ഷെ അവിടെ കണ്ടുപിടിക്കേണ്ട ആളുകൾ മാറുന്നുണ്ട് എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അതിന്റെ കാരണമാണ് നമ്മൾ പറഞ്ഞു വരേണ്ടത് കേട്ടോ. അതിലേക്ക് ഞാൻ വരാം. അതിന് മുന്നേ ഇതോടെ ഒന്ന് പറഞ്ഞോട്ടെ, ശ്രദ്ധിച്ചോ. 4 ക്യൂബ് 64 ആണ്. 4 ക്യൂബ് 64 ആണ്. 4 ക്യൂബ് വീണ്ടും 64 ആണ്. വീണ്ടും 64 ആണ്. 64ന്റെ ഇരട്ടി 128 ആണ്. 128 ആണ്. ആഡ് ചെയ്യുക. 64ന് 4 ആഡ് ചെയ്താൽ മതി. ശിഷ്ടം അവിടെ 6 ഉണ്ടാവും. 6 4 10 8 18 ആണ്. ശിഷ്ടം 1 ഉണ്ട്. 1 6 7 12 19 ആണ്. ആ 19 ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ എടുക്കുക. 9 4 13 8 21. 21ന് 1 എഴുതുക. 2 ശിഷ്ടം ഉണ്ടാവും. 2 1 3 6 9 12 21. ആ 21 ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വേറെ ഒന്നുമില്ലല്ലോ, ഒരുമിച്ച് അങ്ങ് ആഡ് ചെയ്യാം. 64 21 85. 85184 ആണ് നമുക്ക് അവിടെ ആൻസർ ഉണ്ടാവുക. അപ്പൊ 44 ക്യൂബ് 85184 എന്നാണ് നമുക്ക് കിട്ടുക. അപ്പം കൺഫ്യൂസ്ഡ് ആവരുത്, മറന്നു പോകാൻ പാടില്ല എന്നുള്ളത് ഓർത്ത് വെച്ചോണം. ഓക്കെ, റെഡിയാണ് ഞാൻ വിചാരിക്കുന്നത്. കുഴപ്പമില്ലാന്ന് വിചാരിക്കുകയാണ്. ശരി, ഇനി അടുത്തൊരു കാര്യത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ക്യൂബ്സ് പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അല്ലെ? 1 to 20 ക്യൂബ്സ് പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യമാണ് നമ്പർ ഓഫ് ഡിജിറ്റ്സ് എങ്ങനെയാണ് വേരി ചെയ്യുന്നത് എന്നുള്ളത്. അതായത് ഇപ്പൊ 1ന്റെ ക്യൂബ് എടുത്താലും നിങ്ങൾ 2ന്റെ ക്യൂബ് എടുത്താലും 1ന്റെ ക്യൂബ് എടുത്താലും 2ന്റെ ക്യൂബ് എടുത്താലും അവിടെ നമ്പർ ഓഫ് ഡിജിറ്റ്സ് എത്ര നിൽക്കുള്ളൂ? 1 നിൽക്കുള്ളൂ, അല്ലെ? 1 ഡിജിറ്റ് നമ്പർ ആയിരിക്കും, അല്ലെ? ഇനി നിങ്ങൾ 3 മുതൽ 4 വരെയുള്ള ഏത് നമ്പറിന്റെ ക്യൂബ് എടുത്താലും 3 4 ഉള്ളൂ, അത് 2 ഡിജിറ്റ് ആയിരിക്കും. ശരിയല്ലേ? 3ന്റെ ക്യൂബ് 27, 4ന്റെ ക്യൂബ് 68.
ഇനി 5 മുതൽ നിങ്ങൾ 5ന്റെ ക്യൂബ് മുതൽ 9ന്റെ ക്യൂബ് വരെ ഏതെടുത്തു കഴിഞ്ഞാലും അവിടെ 3 ഡിജിറ്റ്സ് ഉണ്ടാവും, ശരിയല്ലേ? 5ന്റെ ക്യൂബ് മുതൽ 9ന്റെ ക്യൂബ് വരെ ഏതെടുത്താലും 9ന്റെ ക്യൂബ് വരെ 729, 10ന്റെ ക്യൂബ് ആയപ്പോ 1000 ആയി പോയിട്ടുണ്ട്. അപ്പൊ 10ന്റെ ക്യൂബ് മുതൽ ഓർക്കുക, 10ന്റെ ക്യൂബ് മുതൽ 21ന്റെ ക്യൂബ് വരെ നിങ്ങൾക്ക് 4 ഡിജിറ്റ് നമ്പേഴ്സ് ആ കിട്ടുക. 21ന്റെ ക്യൂബ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു 9261 എന്ന് പറഞ്ഞിട്ട് 4 ഡിജിറ്റ് ആണ് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടെ ഓർത്തുള്ള 22ന്റെ ക്യൂബ് മുതൽ പിന്നെ 46ന്റെ ക്യൂബ് വരെ നിങ്ങൾക്ക് 5 ഡിജിറ്റ് ഉണ്ടാവും. റെഡി? അപ്പൊ ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച 44 അല്ലേ? 44ന്റെ ക്യൂബ് നോക്കിയേ, എത്ര ഡിജിറ്റ് ഉണ്ട്? 1 2 3 4 5 ഡിജിറ്റ് ഉണ്ട്, 5 ഡിജിറ്റ് ഉണ്ടാവും. നമുക്ക് ഒരു പ്രോബ്ലം ഗസ് ചെയ്യാൻ വളരെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഗസ് ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കാൻ നമ്മൾ നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. 22 മുതൽ 46 വരെ. അവസാനമായിട്ട് 47ന്റെ ക്യൂബ് മുതൽ 99ന്റെ ക്യൂബ് വരെ നിങ്ങൾക്ക് 6 ഡിജിറ്റ് കാണാൻ പറ്റും. ഓക്കെ, അതിന്റെ ഇടയിൽ അപ്പൊ ഒരു 6 ഡിജിറ്റ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ എത്രയായിരിക്കും? 47ന്റെയും 99ന്റെ ഇടയിലായിരിക്കും എന്നുള്ളത് ഓർക്കുക. ഈ ഒരു കാര്യം കൂടെ നമ്മളൊന്ന് പഠിച്ചു വെച്ചിട്ടുണ്ടാവണം, നമുക്ക് പിന്നീട് ആവശ്യം വരും. യെസ്, അവിടെ ഒന്നോട്ടെ. നമുക്കിനി തിരിച്ച് നമ്മളെ പ്രോബ്ലത്തിലേക്ക് വരാം. ഓക്കെ, നമ്മൾ 44 ക്യൂബ് കണ്ടുപിടിച്ചു അല്ലെ? അപ്പൊ നിങ്ങൾ എനിക്ക് എന്ത് ചെയ്യണം? 11ന്റെ ക്യൂബ് ഒന്ന് കണ്ടുപിടിച്ച് തരണം. അതുപോലെ തന്നെ 22ന്റെ ക്യൂബ്. 22ന്റെ ക്യൂബ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. നോക്കിയേ, 22ന്റെ ക്യൂബ് 8ന്റെ 8 അല്ലേ? 2ന്റെ ക്യൂബ് 8 അല്ലേ? അപ്പൊ 4 തവണ 8 എഴുതാം. 8 8 8 8 2 ക്യൂബ് 2 ക്യൂബ് 2 ക്യൂബ് 2 ക്യൂബ്. നടുക്കുള്ളതിന്റെ ഇരട്ടി 16 16. ജസ്റ്റ് ആഡ് ചെയ്താൽ മതി, ഉത്തരമായി. 8 16ഉം 8 24 4 2 ശിഷ്ടമുണ്ട്, അത് ഇങ്ങോട്ട് 8 2 10 6 16 6 1 ശിഷ്ടമുണ്ട്, 1 1 2. അപ്പൊ 10 648 എന്ന് കിട്ടും. സിമ്പിൾ ആയി നമുക്ക് വളരെ എളുപ്പത്തിൽ വളരെ സ്പീഡിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്താ ചെയ്യേണ്ടതുള്ളൂ? നിങ്ങളോട് എക്സ് ക്യൂബ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എക്സ് ക്യൂബ് എഴുതുക, വീണ്ടും എക്സ് ക്യൂബ് എഴുതുക, വീണ്ടും എക്സ് ക്യൂബ് എഴുതുക, വീണ്ടും എക്സ് ക്യൂബ് എഴുതുക 4 തവണ. എന്നിട്ട് നടുക്കുള്ളതിന്റെ ഡബിൾ എടുക്കുക, നടുക്കുള്ളതിന്റെ ഡബിൾ എടുക്കുക, എന്നിട്ട് അങ്ങ് ആഡ് ചെയ്താൽ മതി. ആൻസർ നമുക്ക് കിട്ടും കേട്ടോ. ഓക്കെ, ഞാൻ ഇവിടെ എഴുതുന്നില്ല, നിങ്ങൾ കുറച്ചുകൂടെ വലുതാക്കി എഴുതാം. യെസ്, എക്സ് ക്യൂബ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എക്സ് ക്യൂബ് എക്സ് ക്യൂബ് എക്സ് ക്യൂബ് എക്സ് ക്യൂബ് 4 എക്സ് ക്യൂബ് എഴുതുക. പിന്നെ ഇവിടെ 2x ക്യൂബ് ഇരട്ടി, 2x ക്യൂബ് ഇരട്ടി, എന്നിട്ട് ആഡ് ചെയ്യുക. ആൻസർ ആവും. ഇതാണ് പരിപാടി, മറന്നു പോരുത് കേട്ടോ. ശരി, എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്? അതിലേക്കും കൂടെ വരാം. അപ്പൊ നിങ്ങൾ അവിടെ ഓർത്തു വെക്കണ്ട, നമ്മൾ ആദ്യമായി പഠിക്കാൻ പോകുന്ന ഇക്വേഷൻ ആണ് a+b ഹോൾ ക്യൂബ്. ചെറിയ ക്ലാസ്സുകളിലൊക്കെ ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ പഠിച്ചോളാം. ഇല്ലെങ്കിൽ ഇവിടെ പഠിച്ചോളാം. ഇതാ a ക്യൂബ് പ്ലസ് 3a² b പ്ലസ് 3ab² പ്ലസ് b ക്യൂബ്. ശ്രദ്ധിക്കണേ, ഒന്ന് ശ്രദ്ധിക്കണേ, ഓരോ ടേം ബൈ ടേം ആയിട്ട് ശ്രദ്ധിച്ചോണം. ആദ്യത്തത് a ക്യൂബ് ആണ്, ആദ്യത്തെ നമ്പറിന്റെ ക്യൂബ് ആണ്. രണ്ടാമത്തത് 3 ഇൻറ്റു നോക്ക് a ക്യൂബ് എന്തായി? a² ആയി, പിന്നെ a ആയി. പിന്നെ എക്ക് എന്താ സംഭവിക്കുന്നത് നോക്കിയേ, a ക്യൂബ് ആയിരുന്നു, a² ആയി, അവസാനത്തിൽ a വന്നു, ലാസ്റ്റത്തിൽ a ഇല്ല. ബിക്ക് എന്താ സംഭവിക്കുന്നത് നോക്ക്, ബി കൂടി കൂടി വരികയല്ലേ? ആദ്യത്തേൽ ബി ഇല്ല, അടുത്തേൽ ബി ഉണ്ട്, അടുത്തേൽ b² ആയി, അടുത്തേൽ b ക്യൂബ് ആയി. നടുക്ക് രണ്ടിടത്തും 3 ഉണ്ട്. ഇത്രയുമാണുള്ളത്. ശരി, ഇനി നമ്മളോട് 15ന്റെ ക്യൂബ് കണ്ടുപിടിക്കാൻ പറയുമ്പോ 15ന്റെ ക്യൂബ് കണ്ടുപിടിക്കാൻ പറയുമ്പോ നമ്മൾ ചെയ്യുന്നത് എന്താ അറിയാമോ? 1ഉം 5ഉം എയും ബിയും ആയിട്ട് അങ്ങ് എടുക്കുക. ആ 10ന്റെ സ്ഥാനം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശിഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ചെയ്യാണ്, ആദ്യം a ക്യൂബ് എടുക്കും. 1 ക്യൂബ് എത്ര തന്നെയാ? 1 തന്നെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 3 ഇൻറ്റു a² ഇൻറ്റു b. ഓക്കെ, ഞാൻ a² ഇൻറ്റു b എഴുതാൻ പോവാണ്. a² ഇൻറ്റു b 1² ഇൻറ്റു 5, അത് 5 ആണ്. അതിന്റെ 3 ഇരട്ടി വേണ്ടേ? അവിടെ നിൽക്കട്ടെ, ഞാൻ ഒരു ഇരട്ടി എഴുതിയുള്ളൂ. അടുത്തെന്താ? 3 ഇൻറ്റു ab². 3 ഇൻറ്റു അല്ലെ 3 അവിടെ നിൽക്കട്ടെ, ഞാൻ ab² കണ്ടുപിടിക്കാം. ഒന്നുകൂടെ നോക്കിയോ, ഇവിടെ 3 ഉണ്ട്, പക്ഷെ ഞാൻ നോക്കുന്നില്ല. ആദ്യം a ക്യൂബ്, പിന്നെ a² b, പിന്നെ ab², പിന്നെ b ക്യൂബ്, അങ്ങനെ കണ്ടുപിടിക്കാൻ പോവാം. അപ്പൊ ആദ്യം a ക്യൂബ് 1, പിന്നെ a² b 1 ഇൻറ്റു 5, പിന്നെ ab² 1 ഇൻറ്റു 5² 25, അവസാനം b ക്യൂബ് 125. കണ്ടോ? ഇപ്പൊ എന്തുകൊണ്ടാണ് 15 ക്യൂബ് എടുത്തപ്പോ 1 5 5² 5 ക്യൂബ് എടുത്തത് മനസ്സിലാക്കുക. കാരണം അവിടെ 1 ആയതുകൊണ്ടാണ്. ഇനി എന്ത് ചെയ്യണം? നമുക്ക് 3a² b വേണം അല്ലെ?
കാരണം അതിന്റെ ഇരട്ടി നമ്മൾ ഇവിടെ 10 എഴുതുന്നത് എന്തിനാണെന്നറിയാമോ? ആഡ് ചെയ്യുമ്പോൾ 3 ആയിക്കോളും അല്ലെ. ഇത് 1a²b ആണ്, ഇത് 2a²b ആണ്. കൂട്ടുമ്പോൾ 3a²b ആയിക്കോളും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ താഴെ ഒരു 2 എടുക്കുന്നത്, ട്വൈസ് എടുക്കുന്നത് കേട്ടോ. അപ്പൊ അവിടെ ട്വൈസ് എടുത്തു, ഇവിടെയും ട്വൈസ് എടുക്കുക, ഇത് ഇവിടെ ഇരട്ടി എടുക്കുക 50. അപ്പോ ഇത് ഒരു ab² ആണ്, ഇത് 2 ab² ആണ്. ടോട്ടൽ 3 ab² കിട്ടിക്കോളും. അതാണ് ഇപ്പൊ നമ്മളൊരു ഇക്വേഷന്റെ അകത്തുനിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു സ്റ്റെപ്പ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. സ്റ്റെപ്പ് നിങ്ങൾ ബൈ ഹാർട്ടാണ് പഠിക്കുന്നതെങ്കിൽ പോലും അത് ഈ ഇക്വേഷനിൽ നിന്നാണ് വരുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഒരു നമ്പറിന്റെ ക്യൂബ് കണ്ടുപിടിക്കുക? നമുക്ക് ഒന്നുകൂടെ അതൊന്ന് റീവിസിറ്റ് ചെയ്ത് നോക്കാം. ശ്രദ്ധിച്ചോ, നമ്മളെടുത്ത് എ ബി ക്യൂബിന്റെ നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ, അല്ല ക്യൂബ് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? എ ക്യൂബ് എഴുതണം, പിന്നെ എന്ത് ചെയ്യണം? a²b എഴുതണം, പിന്നെ എന്ത് ചെയ്യണം? ab² എഴുതണം, അവസാനമായിട്ട് എന്ത് ചെയ്യണം? b ക്യൂബ് എഴുതണം. എന്നിട്ട് ഇതിന്റെ ഇരട്ടി എടുക്കണം, 2a²b, ഇവിടെ 2ab², എന്നിട്ട് അത് ആഡ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഈ ഒരു പ്രോസസ്സാണ് നമ്മൾ നേരത്തെ ചെയ്തത്. നമ്മൾ നേരത്തെ 1x ക്യൂബിലും x1 ക്യൂബിലും xx ക്യൂബിലും ഒക്കെ ചെയ്തത് തന്നെയാ, സെയിം പ്രോസസ് തന്നെയാണെന്ന് മനസ്സിലാക്കുക. ശരി, അങ്ങനെയാണെങ്കിൽ ഇതൊന്നും അല്ലാത്ത ഒരു റാൻഡം നമ്പർ വന്നു. റാൻഡം നമ്പർ ഉദാഹരണം 23 വന്നു. 23ന്റെ ക്യൂബ് കണ്ടുപിടിക്കണം. നിങ്ങൾ എന്ത് ചെയ്യണോടാ? അപ്പൊ അവിടെ നിങ്ങൾ ഓർക്കണം, ഇക്വേഷൻ ഓർക്കണം. a ക്യൂബ് a²b ab² b ക്യൂബ് ഓർത്ത് വെച്ചോണം. a ക്യൂബ് a²b, കണ്ടോ a കുറഞ്ഞു വരിക, അടുത്തതിൽ ab² ആയി, b കൂടി വരും, അവസാനം b ക്യൂബ്. ഈ ഒരു പാറ്റേൺ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിക്കാം. നോക്കിയോ, a ക്യൂബ് 8, a²b 4 × 3 12, ab² 2 × 9 18, അവസാനം b ക്യൂബ് 3ന്റെ ക്യൂബ് 27. നടുക്കുള്ളതിന്റെ ഇരട്ടി ഇടുക, 18ന്റെ ഇരട്ടി 36, 12ന്റെ ഇരട്ടി 24. എന്നിട്ട് അങ്ങ് ആഡ് ചെയ്താൽ നമ്മൾ ആൻസർ ആയണം 7. 2 റിമൈൻഡർ ഉണ്ട്, 8 2 10 6 16 1 റിമൈൻഡർ ഉണ്ട്, 1 1 2 3 5. കണ്ടോ, ഇവിടെ നിർത്ത റിമൈൻഡർ ഇവിടെ കൊടുത്തു, പിന്നെ ഇവിടെ കുറെ റിമൈൻഡേഴ്സ് ഉണ്ട്. 1 ഇവിടെ നിർത്ത റിമൈൻഡർ ആണ്, പിന്നെ 1 2 3 5, ടോട്ടൽ 5 ആണ് റിമൈൻഡർ. അത് ഇങ്ങോട്ട് വിട്ടു. 5 2 7 4, 11 1 റിമൈൻഡർ ഉണ്ട്. അപ്പൊ ഇവിടുത്തെ റിമൈൻഡർ 1 2 4, ആ 4 ഇങ്ങോട്ട് കൊടുത്താൽ 8 4 12, 12 167 എന്ന് നമുക്ക് ആൻസർ കിട്ടും. കണ്ടോ, അപ്പൊ ഏത് നമ്പർ വന്നാലും നമുക്ക് എന്ത് ചെയ്യാം? ക്യൂബ് കണ്ടുപിടിക്കാം. എങ്ങനെ ക്യൂബ് കണ്ടുപിടിക്കും? ഈ പാറ്റേൺ ഓർത്ത് വെച്ചാൽ മാത്രം മതി. ഓക്കെ, വേറൊരു നമ്പർ ഞാൻ തരാം. നമുക്ക് വലിയ നമ്പേഴ്സിലേക്ക് പോവാം. 73 ക്യൂബ്. എങ്ങനെയാ 73 ക്യൂബ് കാണാം? ആദ്യം a ക്യൂബ് എടുത്തു, പിന്നെ a² × b. a² × b എത്രയാ? ഒന്ന് ആലോചിക്കുക. 49 × 3 147. അവിടെ നമ്മളെ മൈൻഡ് കാൽക്കുലേഷൻ സ്ട്രോങ് ആയിരിക്കണം. അപ്പൊ ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? നിങ്ങൾ മൈൻഡ് കാൽക്കുലേഷൻ ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പൊ ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളെ ബാക്കി കാൽക്കുലേഷൻസും കൂടെ എന്ത് ചെയ്യും? സ്പീഡായി വന്നോളൂ. 147 ആണ്. അടുത്തത് ab² 7 × 9 7 × 9 63 ആണ്. അവസാനം 3 ക്യൂബ് 27. ഇനി നടുക്കുള്ളതിന്റെ ഇരട്ടി 147 ഇരട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 294 കിട്ടും അല്ലെ? 394 അല്ല, 294. 294. 63ന്റെ ഇരട്ടി എടുത്താൽ നിങ്ങൾക്ക് 126 കിട്ടും. ആഡ് ചെയ്യാം. ഓക്കെ, ആഡ് ചെയ്താല് 7, 2 റിമൈൻഡർ, 2 3 5 6, 11 1 1 റിമൈൻഡർ, 6 1 7 12 19. അത് ഇങ്ങോട്ട് വിട്ടോളാം. 9 7 16 4 20, 2 റിമൈൻഡർ ഉണ്ട്. 2 1 3 14, 17 29, 46 റിമൈൻഡർ ഉണ്ട്. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 46 43 89 ആണ്, അല്ല 99 ആണ്. 399 017 കിട്ടും. കണ്ടോ, ഈ രീതിയിലാണ് നമ്മൾ ആൻസർ കണ്ടുപിടിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ഇത് ഭയങ്കര ടൈം കൺസ്യൂമിങ് അല്ലേ? അല്ല, നിങ്ങൾ 73ന്റെ ക്യൂബ് നോർമലി ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്തല്ല ടൈം കൺസ്യൂമിങ് അല്ല. പക്ഷെ അവിടെ ആവശ്യമായിട്ടുള്ള കാര്യം എന്താ? കണ്ടിന്യൂസ് ആയിട്ടുള്ള വർക്ക്. കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറാവണം. ഇല്ലാതെ നമുക്ക് ഒരിക്കലും അത്തരത്തിലൊരു പോസ്റ്റ്, ഇപ്പൊ CGL ഒക്കെ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ വർക്ക് ചെയ്യാൻ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ അയാൾ പഠിക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് അർത്ഥം. അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്കൊരു ഒരു ബുദ്ധിമുട്ട്, ഇത്രയും ചെയ്യണമല്ലോ എന്ന് തോന്നുമെങ്കിലും നിങ്ങൾ സ്ഥിരമായി ചെയ്തു കഴിഞ്ഞാൽ ഇത്രയും സ്പീഡിൽ വേറെ ഒരു മാർഗത്തിനും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ആൻസറുകൾ കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ എനിക്ക് ഇതിന്റെ ഒക്കെ ആൻസേഴ്സ് പറഞ്ഞു തരണം. 43 ക്യൂബ് കണ്ടുപിടിക്കുക, കമന്റിൽ പറഞ്ഞു തരാം. 24 ക്യൂബ് കണ്ടുപിടിക്കുക, കമന്റിൽ പറഞ്ഞു തരാം.
1 ക്യൂബ് കണ്ടുപിടിക്കുക, കമന്റിൽ പറഞ്ഞു തരാം. 29 ക്യൂബ്. ഓക്കെ, ഞാൻ ഒരു എക്സാമ്പിൾ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം, മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്, ശ്രദ്ധിച്ചോളാം. ഇതാ എത്ര നോക്കും, 54 ക്യൂബ്. ഓക്കെ, അപ്പോ എന്റെ അടുത്ത് എ ബി ക്യൂബ് ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം എന്ത് ചെയ്യണം എന്ന് പറഞ്ഞത്, എ ക്യൂബ് എടുക്കണം, 5ന്റെ ക്യൂബ്. അടുത്തത് എ സ്ക്വയർ ബി, 5ന്റെ സ്ക്വയർ 25, 25 × 4 100. അടുത്തത് എ ബി സ്ക്വയർ 5 × 4 സ്ക്വയർ 16 ആണ്, അപ്പൊ 80. അവസാനം 4 ക്യൂബ് 64. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് എടുത്തത്, എ ക്യൂബ് എടുത്തിട്ടുണ്ട്, പിന്നെ എ സ്ക്വയർ ബി എടുത്തിട്ടുണ്ട്, പിന്നെ എ ബി സ്ക്വയർ എടുത്തിട്ടുണ്ട്, ബി ക്യൂബ് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ മനസ്സിൽ ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത നടുക്കുള്ളതിന്റെ ഇരട്ടി, ഇവിടെ 200 വരും, ഇവിടെ 160 വരും. ആഡ് ചെയ്തോ, 64 4 എടുക്കുക, 6 റിമൈൻഡർ ഉണ്ട്. ആ 6ഉം 0 0 6 തന്നെ വരും. 8ഉം 16ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 24 കിട്ടുക. ആ 24 ഇങ്ങോട്ട് പോകും. 4ഉം 0 0 4 ആണ്. ബാക്കിയുള്ള ഇഷ്ടാരൊക്കെ ഉണ്ട്, 12 20 32 ഉണ്ട്. ആ 32 ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ 125 32 157. 157 464 എന്നാണ് കിട്ടുക. 157 464. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ക്യൂബ്സ് കണ്ടുപിടിക്കേണ്ടത്. മറന്നു പോകരുത്. അപ്പൊ ഇത്രയും ക്യൂബുകൾ നിങ്ങൾ എന്ത് ചെയ്തോണം, കണ്ടുപിടിച്ചോണം. അതിലൊരു എക്സ്ക്യൂസ് ഇല്ല, നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് കണ്ടുപിടിക്കാൻ ഉള്ളത്. ഡെയിലി ടാസ്ക് ആയി തന്നെ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇനി അത് നമ്മൾ 100 വരെയല്ലേ പറഞ്ഞുള്ളൂ. നിങ്ങളിപ്പോ പറഞ്ഞത് വെച്ച് 100 വരെയല്ലേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതായത് നമ്മൾ 20 വരെ കാണാതെ പഠിക്കാം. 21, 31, 41, 51 കണ്ടുപിടിക്കാൻ പഠിച്ചു. അതുപോലെ 17, 18, 19, 11 ഒക്കെ പഠിച്ചു. എന്നാൽ അതിന്റെ ഇടയ്ക്ക് 23, 24, 25 ഒക്കെ വന്നാലും നമ്മൾ ചെയ്യും. എല്ലാ ദിവസവും ചെയ്യണം കേട്ടോ. ഇല്ലാതെ നിങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട സമയം വേസ്റ്റ് ആണ്. ഓക്കെ, ഇനി അതിന്റെ മുകളിലേക്ക് വന്നാലോ, 100 സംതിങ് വന്നാ, 200 സംതിങ് വന്നാ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അവിടെ കണ്ടുപിടിക്കാന്ന് പറയുന്നത് ഒരിക്കലും ഈസി ടാസ്ക് അല്ല, നിങ്ങൾ മനസ്സിലാക്കണം. എന്നാലും ചില വാല്യൂസ് വരുമ്പോൾ വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗം കൂടി ഞാനൊന്ന് പറഞ്ഞുതരാം. നിങ്ങളിത് മിക്സ് ചെയ്തിട്ട് കൺഫ്യൂസ്ഡ് ആയി പോരുത്. മുന്നേ ഞാൻ പറഞ്ഞതൊക്കെ നല്ല പ്രോപ്പറായി പ്രാക്ടീസ് ചെയ്ത് മനസ്സിലാക്കിയിട്ടുണ്ടാവണം. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചോ, ഞാൻ നിങ്ങൾക്ക് ഒരു 3 ഡിജിറ്റ് നമ്പറിന്റെ ക്യൂബ് പറഞ്ഞു തരാൻ പോവാ. പ്രത്യേകിച്ച് 100നോട് അടുത്തുള്ള നമ്പർ, 200നോട് അടുത്തുള്ള നമ്പറിനൊക്കെ വെച്ചിട്ട്. ഉദാഹരണത്തിന് ഞാൻ 108ന്റെ ക്യൂബ് പറയാൻ പോവാന്ന് വിചാരിച്ചോ. നേരത്തെ നമ്മൾ എ ബി എന്ന് പറഞ്ഞെടുത്തിട്ട് ആണല്ലേ ചെയ്തത്. ഇവിടെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? പറ്റും. അപ്പൊ അവിടെ ഒരു കാര്യം ഓർക്കേണ്ട ഇത്രയേ ഉള്ളൂ, നിങ്ങൾ 108ന്റെ ക്യൂബ് കണ്ടുപിടിക്കുന്ന സമയത്ത് ഈ 1നെ എ ആയിട്ടും 08നെ ബി ആയിട്ടും കാണാം. 08 എന്ന് പറഞ്ഞാൽ 8 ആണല്ലോ. അപ്പൊ 8നെ നിങ്ങൾ ബി ആയിട്ട് കാണാം, 1നെ നിങ്ങൾ എ ആയിട്ട് കാണാം. ശരി, എന്നിട്ട് ബാക്കിൽ നിന്ന് തുടങ്ങാം. നോക്കണം, ഇവിടം തുടങ്ങാം. അതായത് ബി ക്യൂബ് ആദ്യം കാണുക. ബി ക്യൂബിനെ ഒന്ന് ഞാൻ ആദ്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം, എന്നിട്ട് അത് ചെയ്യാം. ഇതാ നോക്കിയോ, എ ബി ക്യൂബ് 3 ഡിജിറ്റിനാണ് കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കുറെ 0 ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കുക, ആദ്യം ബി ക്യൂബ് കാണുക. ബി ക്യൂബിന്റെ 2 ഡിജിറ്റ് എഴുതാവുള്ളൂ, റിമൈൻഡേഴ്സ് ഇപ്പുറത്തേക്ക് കൊടുത്താണ്. അടുത്തതായിട്ട് 3ab സ്ക്വയർ കാണുക. അവിടെ 2 ഡിജിറ്റ് എഴുതാവുള്ളൂ, റിമൈൻഡേഴ്സ് ഉണ്ട് ഇങ്ങോട്ട് കൊടുത്തോളാം. അടുത്തതായിട്ട് 3a സ്ക്വയർ ബി കാണുക. അവിടെ 2 ഡിജിറ്റ് എഴുതാവുള്ളൂ, റിമൈൻഡേഴ്സ് ഉണ്ടെങ്കിൽ ഇപ്പുറത്തേക്ക് കൊടുത്തോളാം. ലാസ്റ്റ് നിങ്ങൾ എ ക്യൂബും റിമൈൻഡേഴ്സും എല്ലാം കൂടെ എഴുതിയാൽ മതി. ഒറ്റയടിക്ക് ഒറ്റ സ്റ്റെപ്പിൽ, അവിടെ താഴെ കൂട്ടൊന്നും വേണ്ട, ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, ആൻസറിലേക്ക് എത്താൻ പറ്റും. ഞാൻ ഇത് എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാം. 8ന്റെ ക്യൂബ് 512, പക്ഷെ നമ്മൾ 2 ഡിജിറ്റ് എഴുതാൻ പാടുള്ളൂ. ബി ക്യൂബിന്റെ 2 ഡിജിറ്റ് 12, ശിഷ്ടം 5. അടുത്തെന്താ, 3ab സ്ക്വയർ. എ ബി സ്ക്വയർ എത്രയാ? എ എന്ന് പറഞ്ഞാൽ 1 ആണ്, ബി എന്ന് പറഞ്ഞാൽ 8. അപ്പൊ a × b സ്ക്വയർ 64. 64 × 3, 3ab സ്ക്വയർ ഒറ്റയടിക്ക് എഴുതണം. ഓക്കെ, അപ്പൊ 64 × 3 നിങ്ങൾക്ക് 192 കിട്ടും. 192 5 അല്ലെ, 64 3 180 12 192 192 5 197. അതിലെ 2 അക്കം എഴുതാവുള്ളൂ, 1 റിമൈൻഡർ ആയിട്ട് വെച്ചോണം. അടുത്തത് 3a സ്ക്വയർ ബി ആണ്. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ്, ബി എന്ന് പറഞ്ഞാൽ 8 ആണ്. 3 × 8 24 ആണ്. 24ഉം ആ ശിഷ്ടമുള്ള 1ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 25 എന്ന് കിട്ടും. അത് 2 ഡിജിറ്റേ ഉള്ളൂ, അത് അങ്ങനെ തന്നെ എഴുതി. 25ന്റെ 2 ഡിജിറ്റ് എഴുതി. അവസാനമായിട്ട് 1ന്റെ ക്യൂബ് എത്രയാ? 1, എ ക്യൂബ് എഴുതി. ഇതാണ് നമ്മുടെ 108ന്റെ ക്യൂബ് എന്ന് പറയുന്നത്. ഇനി ഞാൻ ആ നമ്പർ ഒന്ന് വലുതാക്കി കഴിഞ്ഞാൽ 205ന്റെ ക്യൂബ്
205 ക്യൂബ്. അപ്പൊ ഇപ്പൊ നമ്മളെ മനസ്സിലാണുള്ളത്. ഇനി ഞാൻ ഈ ഇക്വേഷൻ അങ്ങ് മായ്ച്ചു കളയാണ്. ഇത് നമുക്ക് വേണ്ട, പോട്ടെ. ഇപ്പൊ നമ്മളത് മനസ്സിലാണല്ലോ, നമ്മളെ മനസ്സിലുണ്ടത്. അത് വെച്ചൊന്ന് പറഞ്ഞു നോക്കാം. എങ്ങനെയാ പറയാ? 205 ക്യൂബ് എടുക്കുമ്പോ ആദ്യം 5 ക്യൂബ് എടുക്കുക, 25, റിമൈൻഡർ 1. ബി ക്യൂബിന്റെ 2 ഡിജിറ്റ്. ശരി, അടുത്ത എന്താ? അടുത്ത ഇപ്പത്ത് 3ab സ്ക്വയർ, ഈ അറ്റത്തേക്കുള്ള 3ab സ്ക്വയർ എടുക്കണം. 3 × a × b സ്ക്വയർ. ബി സ്ക്വയർ 25 ആണ്, ഇൻറ്റു എ 50 ആണ്, ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 150. ശിഷ്ടം ഒന്നും കൂടെ കൂട്ടിയാൽ 151 ആണ്. 51 എഴുതിയാൽ മതി, വീണ്ടും 1 തന്നെ ഉള്ളത് റിമൈൻഡർ വരും. അടുത്ത 3a സ്ക്വയർ b ആണ്. a സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്, b എന്ന് പറഞ്ഞാൽ 5 ആണ്. 4 × 5 20 ആണ്, 20 × 3 60 ആണ്. 60 1 61 ആണ്. അപ്പൊ 1 പോയിട്ടുണ്ട്, ശിഷ്ടം അവിടെ 6 ഉണ്ടാവും. അവസാനമായിട്ട് എന്താ? 2 ക്യൂബ്. 2 ക്യൂബ് 8 ആണ്, 8ഉം 6ഉം 14 കിട്ടും. ഇതാണ് നമുക്ക് അവിടെ ആൻസർ കിട്ടുക. കണ്ടോ? അപ്പൊ വലിയ നമ്പേഴ്സ് വന്നാലും ഇനിയിപ്പോ 117 വന്നു വിചാരിച്ചോ, അവിടെ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ബുദ്ധിമുട്ട് എന്താ? അവിടെ നിങ്ങൾ 17ന്റെ ക്യൂബ് അറിഞ്ഞിരിക്കണം. അത് ഒറ്റയടിക്ക് ഇവിടെ 4913 13 മാത്രം എഴുതി 49 അവിടെ റിമൈൻഡർ ആയിട്ട് എഴുതണം. അത് കഴിഞ്ഞാൽ പിന്നെ 1 × 17 സ്ക്വയർ എടുക്കാൻ അറിയണം. 17ന്റെ സ്ക്വയർ 289 അറിയില്ലെങ്കിൽ നമ്മൾ പെട്ടു. അവിടെയാ പ്രശ്നം. ഓക്കെ, അപ്പൊ ഈ ഒരു പാറ്റേൺ പഠിച്ചു വെക്കുക. 3 ഡിജിറ്റ് നമ്പർ വന്നിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്തോളാ? എ ബി ക്യൂബ് എന്നുള്ള ഐഡിയ ഓർത്ത് വെച്ചോളാം. എ ബി ക്യൂബ് എന്നുള്ള ഐഡിയ ഓർത്ത് വെച്ചോളാം. എ ബി ക്യൂബ് എങ്ങനെ കണ്ടുപിടിക്കാം? 3 ഡിജിറ്റ് ആണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം? ബി ക്യൂബ് എഴുതുക, ബി ക്യൂബിന്റെ 2 ഡിജിറ്റ്. അത് കഴിഞ്ഞാൽ എ ബി സ്ക്വയർ എഴുതുക, എ ബി സ്ക്വയർ 3ab സ്ക്വയർ എഴുതുക, അതിന്റെ 2 ഡിജിറ്റ്. അതിന്റെ ഇപ്പുറത്തായിട്ട് 3a സ്ക്വയർ ബിയുടെ 2 ഡിജിറ്റ്. അവസാനമായിട്ട് എ ക്യൂബും ബാക്കി റിമൈൻഡേഴ്സും എല്ലാം കൂടെ എഴുതിയാൽ നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ എന്ത് ചെയ്യാം? ക്യൂബ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ക്യൂബ്സ് കണ്ടുപിടിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ളത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ക്യൂബ് റൂട്ടുകളും കൂടെ കണ്ടുപിടിക്കാൻ നമ്മൾ പ്രോപ്പറായി പഠിച്ചിരിക്കണം. അപ്പൊ അതിന് മുമ്പായിട്ട് നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോവാം. ഇതാ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കാനുള്ള ചോദ്യമായിരുന്നു അല്ലെ? പക്ഷേ നമ്മൾ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കാതെ തന്നെ ഇതിന്റെ ഉത്തരത്തിലേക്ക് പോകാൻ പറ്റുമെന്നുള്ളതൊന്ന് ഒന്നൊന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഇവിടെ 34ന്റെ ക്യൂബ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാലോ. 34ന്റെ ക്യൂബ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാം. പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇത് എത്ര ഡിജിറ്റാ? ABCD 04 എന്ന് പറഞ്ഞാൽ 6 ഡിജിറ്റ് ഉണ്ട് അല്ലെ? ഇപ്പൊ 6 ഡിജിറ്റ് ആണെങ്കിൽ അത് എവിടെ വരും? 1 to 2 1 ഡിജിറ്റ് ആണ്. 3 to 4 ക്യൂബ് എടുത്താൽ അത് 2 ഡിജിറ്റ് ആണ്. 5 to 9 ക്യൂബ് എടുത്താൽ 3 ഡിജിറ്റ് ആണ്. ഇത് ഡിജിറ്റ് ആണ് കേട്ടോ, 3 ഡിജിറ്റ് ആണ്. 10 മുതൽ 21 വരെ 4 ഡിജിറ്റ് ആണ്. 22 മുതൽ 46 വരെ 5 ഡിജിറ്റ് ആണ്. ഇത് 5 ഡിജിറ്റ് അല്ല, 6 ഡിജിറ്റ് ആണ്. അപ്പൊ 6 ഡിജിറ്റ് ആയതുകൊണ്ട് തന്നെ 47 മുതൽ 99 വരെ ഉള്ളതായിരിക്കും. അപ്പൊ ഒന്നാമത്തെ ആളല്ല എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് ഉറപ്പിക്കാൻ പറ്റും. റെഡി? പിന്നെ ഉള്ളത് ഇവരല്ലേ? നമുക്ക് ആക്ച്വലി ഇവരുടെ ക്യൂബ് എടുത്ത് നോക്കിയാൽ കണ്ടുപിടിച്ചൂടെ? ഇപ്പം 84ന്റെ ക്യൂബ് എടുത്ത് നോക്കിയിട്ട് നമുക്ക് അത് എത്രയായിരിക്കും കണ്ടുപിടിച്ചൂടെ? അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. 84ന്റെ ക്യൂബ് എടുത്ത് നോക്കുക. 84ന്റെ ക്യൂബ് എടുക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? ഇവിടെ 4 ക്യൂബ്, 8ന്റെ ക്യൂബ്, പിന്നെ നമ്മള് രണ്ടാമതായിട്ട് പറഞ്ഞ a സ്ക്വയർ ബി 8 സ്ക്വയർ × 4, പിന്നെ 8 × 4 സ്ക്വയർ, അവസാനം 4 ക്യൂബ്. എന്നിട്ട് താഴെ ഡബിൾ എടുത്ത് എഴുതുക, ആഡ് ചെയ്ത് നോക്കുക. ഇതുപോലൊരു വാല്യൂ കിട്ടുന്നുണ്ടോ? 04 എൻഡ് ചെയ്യുന്ന ഒരു വാല്യൂ കിട്ടുന്നുണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ 84 ആയിരിക്കും ആൻസർ. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? 74 ചെക്ക് ചെയ്യുക. അപ്പൊ ഈ ഒരു രീതിയിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ തൊട്ടടുത്ത ദിവസം തന്നെ ഞാൻ ഇതിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ടുള്ള ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ഒരു വീഡിയോ ചെയ്യുന്നുണ്ടാവും. ആ വീഡിയോയിൽ എങ്ങനെയാണ് ക്യൂബ് റൂട്ട്സ് കണ്ടുപിടിക്കുക, ഇത്തരം നമ്പറുകളുടെ ക്യൂബ് റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്, ഇനി വലിയ നമ്പറുകളുടെ ക്യൂബ് റൂട്ടില്ലേ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഇതാ 1 2 1 6 7 ഇത് ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ക്യൂബ് റൂട്ട് ഒന്ന് കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ട് 7 എൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് 3 ആയിരിക്കും. അതുപോലെ തന്നെ 12 ആണെങ്കിൽ അത് 2 ആയിരിക്കും പറഞ്ഞിട്ട് 23 എന്ന് പറഞ്ഞ് പെട്ടെന്ന് 23 കണ്ടോ, നമുക്ക് 23 അല്ലേ കിട്ടിയത്. 23 ഒറ്റയടിക്ക് പറയുന്ന സ്റ്റെപ്പുകളും ഞാൻ അടുത്ത ഒരു ക്ലാസ്സിൽ ആ ക്യൂബ് റൂട്ട് പറയുന്ന സെഷനിൽ പറഞ്ഞുതരാം. ഞാൻ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാത്തതിന്റെ കാരണം എല്ലാം മിക്സ് ചെയ്താൽ നമുക്ക് ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് ഇത് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ പ്രോപ്പറായി മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നിങ്ങൾ ആരെങ്കിലും നമ്മുടെ റെഗുലർ ബാച്ചസിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, CGLന്റെ പൈലറ്റ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് താഴെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്മുടെ കമന്റ് ബോക്സിൽ. ആ നമ്പറിലോ അല്ലെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് അതിലുള്ള അഡ്മിൻ നമ്പറിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ.
ഓക്കെ, അപ്പൊ നന്നായി പ്രിപ്പയർ ചെയ്യുക. ഇത് കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ക്യൂബ് റൂട്ടിന്റെ ക്ലാസ്സുകൾ കാണാൻ വേണ്ടി വരിക. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ക്യൂബ് റൂട്ടും അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പ്ലാൻ ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.